തൃശൂർ ഏങ്ങണ്ടിയൂരിൽ സിപിഐഎം പ്രവർത്തകനെ ബിജെപിക്കാർ വെട്ടിക്കൊന്നു. പൊക്കുളങ്ങര സ്വദേശി ശശികുമാറാണ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച വെട്ടേറ്റ ശശികുമാർ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ശശികുമാറിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പൊക്കുളങ്ങര ചെമ്പൻ വീട്ടിൽ ശശികുമാറാണ് കൊല്ലപ്പെട്ടത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് എങ്ങണ്ടിയൂരിൽ ബിജെപി RSS പ്രവർത്തകർ ചേർന്ന് സിപിഐഎം പ്രവർത്തകനായ ശശികുമാറിനെ ആക്രമിച്ചത്. വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ശശികുമാർ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. സംഭവത്തിൽ 6 ബിജെപി പ്രവർത്തകർ ഇന്നലെ അറസ്റ്റിലായിരുന്നു. എങ്ങണ്ടിയൂർ സ്വദേശികളായ ബിജു, കൃഷ്ണദാസ്, ബാബു, സജിൽ, ബിനീഷ്, സുദർശനൻ എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ കൂടുതൽ ബിജെപി പ്രവർത്തകർക്ക് ബന്ധമുണ്ടെന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് തൃശൂർ ജില്ലയിൽ സിപിഐഎം പ്രവർത്തകർക്ക് നേരെ ആക്രമണം രൂക്ഷമായത്. ശനിയാഴ്ച തൃശൂർ ജില്ലയിൽ ബിജെപി ആഹ്വാനം ചെയ്ത ഹർത്താലിനിടെ സിപിഐഎം ഓഫീസുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണമുണ്ടായിരുന്നു. ഇടവിലങ്ങ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് തീയിട്ട RSS പ്രവർത്തകർ CIT ഓഫീസുകളും തകർത്തു. തൊട്ടു പിന്നാലെയാണ് എങ്ങണ്ടിയൂരിൽ സിപിഎം പ്രവർത്തകനായ ശശികുമാറിന് വെട്ടേറ്റത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രോടൈം സ്പീക്കറായി S. ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്തു. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, വിശദാംശങ്ങൾ. സൗമ്യ, പ്രോട്ടോം സ്പീക്കറായി S. ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. രാജ്ഭവനിലെത്തി ഗവർണർ ജസ്റ്റിസ് സദാശിവത്തിന് മുമ്പാകെയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് അദ്ദേഹത്തിനോടൊപ്പം മന്ത്രിമാരായ EP ജയരാജനും അതോടൊപ്പം തന്നെ കടന്നപ്പള്ളി രാമേന്ദ്രനും ഉണ്ടായിരുന്നു. ഇനി അദ്ദേഹം നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിന് മുന്നോടിയായാണ് ഇത്തരത്തിൽ പ്രോട്ടോം സ്പീക്കറായി S. ശർമ്മ അധികാരമേറ്റിരിക്കുന്നത്. 2-ാം തീയതിയാണ് നിയമസഭാ സമ്മേളനം, 14-ാം നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുക. 2-ാം തീയതി MLA-മാർ അധികാരമേൽക്കുന്നതായിരിക്കും. MLA-മാർക്ക് S. ശർമ്മയായിരിക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. അതിനുശേഷം 3-ാം തീയതി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതായിരിക്കും. ഇതിനും അദ്ദേഹം തന്നെയായിരിക്കും മേൽനോട്ടം വഹിക്കുന്നത്. ഏതായാലും ഇപ്പോൾ രാജ്ഭവനിൽ അല്പസമയം മുമ്പ് 10 മണിയോടുകൂടിയാണ് S. ശർമ്മ പ്രോട്ടോം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്തത്. ദക്ഷിണ മേഖല ADGP-യായി B. സന്ധ്യ ചുമതലയേറ്റു. B. സന്ധ്യ ഇന്ന് പെരുമ്പാവൂർ കൊലപാതകം നടന്ന സ്ഥലം സന്ദർശിക്കും. അതേസമയം ജിഷ വധക്കേസിൽ കൊച്ചി റേഞ്ച് IG നൽകിയ റിപ്പോർട്ട് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി തള്ളി. കമ്മീഷന് മുന്നിൽ ഹാജരാകാത്തത് ഗുരുതരമായ തെറ്റെന്നും അതോറിറ്റി വ്യക്തമാക്കി. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എപ്പോഴാണ് ADGP അവിടെ സന്ദർശിക്കുക? ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തള്ളിയതടക്കമുള്ള കാര്യങ്ങളുടെ വിവരങ്ങളും. സൗമ്യ, പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ജിഷ കൊലക്കേസ് അന്വേഷണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വരുത്തിയ സാഹചര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിരുന്നു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ IG ഉൾപ്പെടെയുള്ളവർ ഹാജരായില്ല. പകരം ഒരു വിശദീകരണം നൽകുകയാണ് ചെയ്തത്. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് ഇത്തരത്തിൽ തങ്ങളെ വിളിച്ചു വരുത്താൻ അധികാരമില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് വരാതിരുന്നത് എന്ന വിശദീകരണമാണ് നൽകിയത്. ഈ വിശദീകരണമാണ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി തള്ളിയിരിക്കുന്നത്. പോലീസിന്റെ എല്ലാവിധ പെരുമാറ്റ ദോഷ്യങ്ങളും വീഴ്ചകളും പരിശോധിക്കാൻ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് അധികാരമുണ്ട് എന്ന് കംപ്ലയിന്റ് അതോറിറ്റി ചൂണ്ടിക്കാട്ടുന്നു. ഹാജരായില്ലെങ്കിൽ IPC 166 പ്രകാരം അത് നിയമലംഘനമായി കണക്കാക്കും. പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരും എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജൂൺ 2-ന് നിർബന്ധമായും അതോറിറ്റിക്ക് മുന്നിൽ ഹാജരാകണമെന്ന കർശന നിർദ്ദേശവും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി നൽകിയിട്ടുണ്ട്. പെരുമ്പാവൂരിലെ ജിഷ കൊലക്കേസ് പോലീസ് മനഃപൂർവ്വം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായി സംശയിക്കുന്നു എന്നടക്കമുള്ള വിമർശനമാണ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ വീഴ്ച പരിശോധിക്കാൻ IG ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിന് ഹാജരാകാതെയാണ് IG ഇത്തരത്തിലൊരു വിശദീകരണം നൽകിയത്. എന്നാൽ ആ വിശദീകരണവും ഇപ്പോൾ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി തള്ളിയിരിക്കുന്നു. അതോടൊപ്പം കേസന്വേഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ADGP B. സന്ധ്യ ഇന്ന് ദക്ഷിണ മേഖല ADGP-യായി തിരുവനന്തപുരത്ത് ചുമതലയേൽക്കും. അതിനുശേഷം ചുമതലയേറ്റ ഉടൻ തന്നെ പെരുമ്പാവൂരിലേക്ക് തിരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇപ്പോൾ അവർ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരിക്കണം. എന്തായാലും ഉച്ചയോടെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ADGP B. സന്ധ്യ പെരുമ്പാവൂരിലെത്തി അന്വേഷണ നടപടികളിലേക്ക് കടക്കും. അതോടൊപ്പം അന്വേഷണ സംഘത്തിലും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ശരിയായ ദിശയിലുള്ള ഒരു അന്വേഷണം ഇന്ന് തന്നെ തുടങ്ങും എന്ന് തന്നെയാണ് അറിയുന്നത്. സൗമ്യ, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം അഞ്ചാലമൂട് CPIM ഏരിയ കമ്മിറ്റി ഓഫീസ് ആക്രമിക്കാൻ ശ്രമം. ഓഫീസിന്റെ വാതിൽ തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചു. പോലീസ് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, വിശദാംശങ്ങൾ. സൗമ്യ, ഇന്ന് പുലർച്ചെ CPM പ്രവർത്തകർ ഓഫീസ് തുറക്കാനെത്തിയപ്പോഴാണ് ഓഫീസിന്റെ വാതിലിനരികിൽ തീയിട്ട നിലയിൽ കണ്ടെത്തിയത്.
റോഡിൽ ആളനക്കം ഉണ്ടായതിനെ തുടർന്ന് ആക്രമണ ശ്രമം ഉപേക്ഷിച്ച് കടക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും CPMന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അഞ്ചാലുമൂട് പോലീസ് എത്തി ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാജ്കുമാറാണ് കൊല്ലത്ത് നിന്നും. മഴക്കാലപൂർവ്വ ശുചീകരണം ഫലപ്രദമായി നടത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, ആരോഗ്യമന്ത്രി കെ ശൈലജ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ എന്നിവരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വൈകിയെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ മന്ത്രിസഭാ യോഗമാണ് അടിയന്തര യോഗം ചേരാൻ തീരുമാനിച്ചത്. രാവിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് യോഗം. സുപ്രീം കോടതി നിയോഗിച്ച മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി രൂപീകരിച്ച ഉപസമിതി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഇന്ന് പരിശോധന നടത്തും. 6 മാസത്തിന് ശേഷമാണ് ഉപസമിതി അണക്കെട്ടിൽ പരിശോധന നടത്തുന്നത്. കാലവർഷം അടുത്തതോടെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ സ്ഥിതിഗതികളെ വിലയിരുത്തുന്നതിനായാണ് ഉപസമിതിയുടെ സന്ദർശനം. കഴിഞ്ഞ നവംബർ 28-നാണ് അവസാനം സംഘം സന്ദർശിച്ചത്. രാവിലെ അണക്കെട്ട് പരിശോധിക്കുന്ന സമിതി അംഗങ്ങൾ ഉച്ചയ്ക്ക് ശേഷം കുമളിയിലെ ഓഫീസിൽ യോഗം ചേരും. കേന്ദ്ര ജല കമ്മീഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ് ഗിരീഷ ചെയർമാനായ സമിതിയിൽ സംസ്ഥാന ജലവിഭവ വകുപ്പിലെയും തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പിലെയും 2 അംഗങ്ങൾ വീതമുണ്ട്. കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി പടരുന്നു. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 167 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 300 പേർക്ക് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ കണ്ടെത്തി. എലിപ്പനിയും കരിമ്പനിയും റിപ്പോർട്ട് ചെയ്തു. കൊല്ലത്തിന്റെ കിഴക്കൻ മേഖലയായ പുനലൂർ, പത്തനാപുരം താലൂക്കുകളിലാണ് ഡെങ്കിപ്പനി പടരുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ 167 പേരാണ് ഡെങ്കിപ്പനി ബാധിച്ച വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഇതിൽ തന്നെ അഞ്ചലിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ, 61 പേർ. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 16 പേർ മാത്രമാണ് പത്തനാപുരത്ത് ഡെങ്കിപ്പനി ബാധിതരായി ഉണ്ടായിരുന്നത്. ഇക്കുറി 36 വർദ്ധിച്ചു. വിളക്കുടി പഞ്ചായത്ത് പരിധിയിൽ 13 പേർക്കും പുനലൂർ നഗരസഭാ പരിധിയിൽ 31 പേർക്കും കൊല്ലത്ത് 11 പേർക്കും ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 23 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. ഹെപ്പറ്റൈറ്റിസ് എയും ഇക്കൂട്ടത്തിൽ പടരുന്നു. ജില്ലയിൽ ഏകദേശം 167ഓളം ഡെങ്കു കേസസ് കൺഫേംഡ് ആയിട്ട് നമ്മുടെ കിഴക്കൻ മേഖലയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 300ഓളം സംശയിക്കുന്ന കേസുകളുമുണ്ട്. പ്രധാന ഭീഷണി നമുക്കുള്ളത് ഇതാണ്, ഈ തോട്ടം ഇതാണ്. അപ്പോൾ നമ്മൾ പഞ്ചായത്ത് തലത്തിലുള്ള മീറ്റിങ്ങുകൾ ഇപ്പോൾ കടയ്ക്കൽ, പുനലൂർ, പത്തനാപുരം ഇതാണ് കൂടുതൽ റിസ്ക് ഉള്ള കോർപ്പറേഷൻ ഏരിയ. അപ്പോൾ മീറ്റിങ്ങുകൾ ആ ലെവലിൽ കൂടിയിട്ട് സ്ക്വാഡ് വർക്കുകൾ ആ രീതിയിൽ നടത്തി ബോധവൽക്കരണം ആ രീതിയിൽ നടത്തുകയും പ്രശ്നബാധിതമായ ഏരിയകൾ നമ്മൾ കാണുന്നിടത്ത് നമ്മൾ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഉറവിട നശീകരണം ഊർജ്ജസ്വലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പത്രങ്ങളിലൂടെ മറ്റും നമ്മൾ അവയർനെസ്സും എല്ലാം കൊടുക്കുന്നുണ്ട്. ഡെങ്കിപ്പനി പടരുമ്പോഴും പല ആശുപത്രികളിലും ആവശ്യത്തിന് മരുന്നില്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു. രോഗം കണ്ടെത്തിയ പ്രദേശങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതിനാൽ രോഗം പടരുന്നത് നിയന്ത്രിക്കാനായിട്ടുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരോഗ്യവകുപ്പ് ഉറവിട കൊതുക് നശീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും തുടരുകയാണ്. റബ്ബർ ടാപ്പിംഗ് നിർത്തിയതിനാൽ ചിരട്ടയിൽ വെള്ളം കെട്ടിനിന്നാണ് കൊതുകുകൾ വർദ്ധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. മെഡിക്കൽ കോളേജുകളെ ലോക നിലവാരത്തിലെത്തിക്കാൻ രൂപരേഖ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. ആരോഗ്യ സാമൂഹികക്ഷേമ വകുപ്പ് മന്ത്രിയായ കെ ശൈലജ ചുമതലയേറ്റ ആദ്യ ദിനത്തിൽ വകുപ്പിലെ ഉന്നതോദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്നാണ് മന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള സേവനം ചെയ്യണം. അത്തരത്തിൽ അതിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടണം. അതുപോലെ തന്നെ അവിടെയുള്ള ഡോക്ടർമാരുടെ അവരുടെ എണ്ണം, അതുപോലെ സ്റ്റാഫിൻ്റെ എണ്ണം, ഇതെല്ലാം മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഫംഗ്ഷൻ പൂർണ്ണമായിട്ടും മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് കേരളത്തിലെ മൊത്തം സബ് സെൻറ്റർ തൊട്ട് മെഡിക്കൽ കോളേജ് വരെ അതാണ് നമ്മൾ കാണുന്നത്. മെച്ചപ്പെടുത്തുക, സേവനം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് എന്താണ് തടസ്സമായി നിൽക്കുന്നത്, അത് പരിഹരിക്കുക എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജുകളെ ലോക നിലവാരത്തിലെത്തിക്കാൻ രൂപരേഖ തയ്യാറാക്കും. അത്യാധുനിക സൗകര്യമുള്ള മെഷീനുകളുടെ ലഭ്യതയും മെഡിക്കൽ കോളേജുകളിൽ ഉറപ്പുവരുത്തും. മഴക്കാല സാംക്രമിക രോഗങ്ങൾ തടയാനായി നടപടികൾ ആരംഭിച്ചതായും ആദ്യഘട്ടത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനാണ് പ്രാധാന്യം നൽകുകയെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. നന്മയും വികസനവുമുള്ള കേരളത്തിന് സഭയുടെ സഹകരണം വാഗ്ദാനം ചെയ്യുന്നതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാർ ക്ലീമിസ് കാതോലിക്ക ബാവ പറഞ്ഞു. സർക്കാരിന്റേത് നല്ല തുടക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിലെത്തിയ കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ മുഖ്യമന്ത്രി പിണറായി വിജയന് ആശംസകൾ നേർന്നു. തുടർന്ന് അല്പസമയം സൗഹൃദ സംഭാഷണം നടത്തിയ ശേഷമാണ് ക്ലീമിസ് ബാവ പുറത്തേക്കിറങ്ങിയത്.
നന്മയും വികസനവുമുള്ള കേരളത്തിന് സഭയുടെ പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തതായി കർദിനാൾ പറഞ്ഞു. പുതിയ മുഖ്യമന്ത്രിയോട് ഞാൻ എല്ലാ വിജയാശംസകളും നേർന്നു. നന്മയുള്ള കേരളം, നല്ല വികസനമുള്ള കേരളം, എല്ലാവർക്കും സ്ഥലമുള്ള കേരളം, അതിന് ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വാഗ്ദാനം ചെയ്തു. അദ്ദേഹം സന്തോഷത്തോടെ ആ സഹകരണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. നല്ല ഒരു സംഭാഷണം. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വിശദമായി അവധാനതയോടുകൂടി സംസാരിക്കാനുള്ള എല്ലാ സാധ്യതയും അദ്ദേഹം തുറന്നിട്ടിട്ടുണ്ട്. ഞങ്ങളതിൽ വളരെ തൃപ്തരുമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.